സ്ട്രീറ്റ് ലൈഫ് ഫീൽ ചെയ്യാൻ ഇതിലും നല്ല പ്ലേസ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ബ്രസൽസിന്റെ ഹാർട്ട് ലൊക്കേഷൻസിൽ ഇവൻ യൂറിനേറ്റ് ചെയ്യുന്നത് ബിയറാണെന്നും ചിലപ്പോൾ ചോക്ലേറ്റ്സ് ആണെന്നും പറയപ്പെടുന്നു. ഇത്ര ഹിസ്റ്ററിയുടെ ഭാഗമെന്ന് പറഞ്ഞാലും ഈ കൊച്ചിനെ കാണുമ്പോൾ ആർക്കാണ് കഴിക്കാൻ തോന്നുക? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രസൽസിലാണ് ഉള്ളത്, യൂറോപ്പിന്റെ ഹാർട്ട്, കൂടാതെ ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ബ്രസൽസ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് മോണ്ടസ് ആർട്സ്, മൗണ്ട് ഓഫ് ദി ആർട്സിലാണ്. ബ്രസൽസിന്റെ കൾച്ചറൽ ഹബ് എന്നാണ് ഈ പ്ലേസ് അറിയപ്പെടുന്നത്. ഗാർഡൻസ്, മ്യൂസിയംസ് എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു പെർഫെക്റ്റ് സിറ്റി വ്യൂ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. ഈ സ്റ്റേഴ്സ് ക്ലൈം ചെയ്യുമ്പോൾ യു ക്യാൻ സി ദ സ്കൈ ലൈൻ. ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. നെക്സ്റ്റ് നമ്മളെത്തിയത് റോയൽ ക്വാർട്ടറിലാണ്. ബ്രസൽസ് റോയൽ പാലസും ഇവിടെ തന്നെയാണ്. പലതരം മോണ്യുമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു പീസ്ഫുൾ വൈബ് തന്നെയാണ് ഇവിടെ. പിന്നീട് ഞങ്ങൾ എത്തിയത് പെൻറ്റഗൺ ഏരിയയിലോട്ടാണ്. ബ്രസൽസ് സിറ്റി സെന്റർ പെൻറ്റഗൺ എന്നറിയപ്പെടുന്നു. ഗൂഗിൾ മാപ്പിൽ ഈ പ്ലേസ് പെൻറ്റഗൺ ഷേപ്പിലാണ് ഉള്ളത്. അങ്ങനെ പെൻറ്റഗൺ എന്ന നിക്നെയിമും കിട്ടി. ഫുൾ ഓഫ് ഹിസ്റ്റോറിക്കൽ ഏരിയ, ഓൾഡ് സിറ്റി വൈബ്സ് എന്ന് തന്നെ പറയാം. കളർഫുൾ വേൾഡ്, ക്യൂട്ട് കഫേസ്, ബൊട്ടിക്സ് ഇതെല്ലാം ഈ സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രസൽ സ്ട്രീറ്റ് ലൈഫ് ഫീൽ ചെയ്യാൻ ഇതിലും നല്ല പ്ലേസ് വേറെയില്ല എന്ന് തന്നെ പറയാം. റോയൽ ഗാലറി അറ്റ് സെന്റ് ഹൂബർട്ട്, അതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സൈറ്റാണ്. 1847 ബിൽഡ് ചെയ്ത യൂറോപ്പിന്റെ ഓൾഡസ്റ്റ് ഷോപ്പിംഗ് ആർക്കേഡ്സിലൊന്ന്. ഗ്ലാസ് റൂഫ് ലുക്ക് എല്ലാമാണ് ഇതിനെ ഇത്ര ക്ലാസിക് ആക്കിയത്. വേൾഡ്സ് ബെസ്റ്റ് ചോക്ലേറ്റ്സ്, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് പ്ലേസിലെത്തി. ഗ്രോട്ട് മാർട്ട് എന്നും ഇതറിയപ്പെടും. ഈ സ്ക്വയർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ബ്രസൽസിന്റെ ഹാർട്ട്. ഇതിന് ചുറ്റുമായി ഗോൾഡൻ ഗിൽഡ് ഹാൾസ്, ടൗൺ ഹാൾസ്, കിങ്സ് ഹൗസ് എല്ലാം വളരെ മജസ്റ്റിക് ഫീൽ തരുന്നതാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ, എസ്പെഷ്യലി സൂപ്പർ ലൈറ്റിങ്സ്. ബട്ട് ഈവൻ ഡേ ടൈമും ഈ സ്ക്വയർ ഹിസ്റ്ററി ബ്രെത്ത് ചെയ്യുന്ന ഫീൽ തരുന്നതാണ്. പിന്നീട് ഞങ്ങൾ എത്തിയത് മന്നക്കൻ പീസിലോട്ടാണ്. ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം ഗ്രാൻഡ് പ്ലേസ്. ബ്രസൽസിന്റെ ഫേമസ് ഐക്കൺ മന്നക്കൻ പീസ്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്റ്റാച്ചു ആണ്, ബട്ട് വേൾഡ് ഫേമസ് ആണ്. എ ലിറ്റിൽ ബോയ് യൂറിനേറ്റിംഗ് ഇൻ ടു എ ഫൗണ്ടെയിൻ. ചില സമയത്ത് ഇവൻ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കും, ലൈക്ക് ഇൻ സ്പെഷ്യൽ ഒക്കേഷൻസ്. ടൂറിസ്റ്റ് എല്ലാം ഇവിടെ ഫോട്ടോസ് എടുക്കാൻ ക്യൂ ആണ്. ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇവൻ യൂറിനേറ്റ് ചെയ്യുന്നത് ബിയറാണെന്നും ചിലപ്പോൾ ചോക്ലേറ്റ്സ് ആണെന്നും പറയപ്പെടുന്നു. പല ഐതിഹ്യങ്ങളും ഇതിനെപ്പറ്റി പറയപ്പെടുന്നുണ്ട്. ആ പ്രദേശത്ത് എവിടെ നോക്കിയാലും ഇവന്റെ രൂപം കാണാൻ സാധിക്കും, ചോക്ലേറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ സോവനേഴ്സ് ആയിട്ടും. ഇത് തൂണിലും തുരുമ്പിലും എന്ന് പറയും പോലെ. എത്ര ഹിസ്റ്ററിയുടെ ഭാഗമെന്ന് പറഞ്ഞാലും ഈ കൊച്ചിനെ കാണുമ്പോൾ ആർക്കാണ് കഴിക്കാൻ തോന്നുക? ഫൈനലി നമ്മൾ അറ്റോമിയത്തിലെത്തി. ബ്രസൽസിന്റെ ലാൻഡ്മാർക്ക്. 1958 ഒരു എക്സ്പോയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്തതാണ്. 102 മീറ്റർ ഹൈറ്റുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. ആറ്റംസ് മാഗ്നിഫൈ ചെയ്ത ലുക്ക് പോലെ. ഇത് ബ്രസൽസിന്റെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഫ്രണ്ട്സ്, ഇതുകൊണ്ട് നമ്മളുടെ ബ്രസൽസിലെ സൈറ്റ് സീയിങ് ഒരു ഫുൾ സർക്കിളായി. മോണ്ടസ് ആർട്സിലെ ഗാർഡൻസ്, റോയൽ ക്വാർട്ടറിലെ സൈലൻസ്, പെൻറ്റഗൺ സ്ട്രീറ്റ്സിലെ സോൾ, ഗ്രാൻഡ് പ്ലേസിലെ ഹാർട്ട് ബീറ്റ്, മന്നക്കൻ പീസിലെ ചാം, അറ്റോമിയത്തിലെ ഡ്രീം എല്ലാം നമ്മൾ കണ്ടു. ബ്രസൽസ് ഈസ് നോട്ട് ജസ്റ്റ് എ സിറ്റി ടു സീ, ഇറ്റ്സ് എ സ്റ്റോറി ടു ഫീൽ. പക്ഷേ ബ്രസൽസിന്റെ സ്റ്റോറി കംപ്ലീറ്റ് ആകില്ല വിത്തൗട്ട് ഇറ്റ്സ് ടേസ്റ്റ്.
ഈ നഗരം എന്ന് പറയുമ്പോൾ മൈൻഡിൽ എത്തി നിൽക്കുന്ന ഫസ്റ്റ് തിങ്സ് വഫിൽസ്, ക്രിസ്പി ഗോൾഡൻ ഫ്രൈസ്, ഹെവൻലി ചോക്ലേറ്റ്സ് ആൻഡ് ഓഫ് കോഴ്സ് ബെൽജിയം ബിയേഴ്സ്. നമ്മളിവിടെ ഫുഡും കൾച്ചറും ടുഗെദർ എക്സ്പ്ലോർ ചെയ്യണം. ഒരു പ്ലേറ്റിൽ ഹിസ്റ്ററിയും ഒരു ബൈറ്റിൽ ട്രഡീഷനുമാണ് ഇവിടുത്തെ മെയിൻ. ഈ ഫ്ലേവേഴ്സ് ആണ് ഈ സിറ്റിയുടെ സെക്കൻഡ് ലാംഗ്വേജ്. സോ ബ്രുസൽസിന്റെ ഫ്ലേവേഴ്സും ബെൽജിയത്തിലെ മറ്റു വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.